രാവിലെ തന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടയിലേക്ക് ഇറങ്ങാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കൂ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. എ സിമ്മന്ന് വെള്ളം ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏതായാലും കടയിൽ വലിയ തിരക്കൊന്നും കാണാനില്ല. അപ്പോൾ രണ്ടാൾക്കാരെ എ സി നേരാക്കാനായിട്ട് നിർത്തി. ഏതായാലും കംപ്ലൈൻ്റ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനികൾ നേരാക്കിയപ്പോൾ പൈപ്പ് പൊട്ടിയതാണ് തോന്നുന്നുണ്ട്. റോട്ടുമ്മ കൂടെ ഒട്ടകയിട്ട് ഒരു ലോറിയൊക്കെ പോണത് കാണാനുണ്ട്. ഏതായാലും എ സി സിലിക്കോണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് സംഗതി ഉഷാറായിക്കണു. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കണം. അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ തുടങ്ങി. വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ വെള്ളമൊക്കെ ആയിട്ട് മലയാളി ചെക്കന്മാരെത്തിയിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഇറക്കി പോലെ പോയി. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചങ്ക് കടയിലേക്ക് വന്നിട്ടുള്ളത്. ഇതൊരു വർഷാപ്പ് ജോലിക്കാരനായ യമനിയാണ്. ആളൊരു പാവാണ്. മൂപ്പരുടെ താകെ ഒരു 20 റിയാലേ ഉണ്ടാവുള്ളൂ. എന്നാലും എല്ലാ മീനൊക്കെ നോക്കണം മൂപ്പർക്ക്. ഏതായാലും ചങ്കിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് ചായക്കടിയൊക്കെ വാങ്ങിക്കൊടുന്നു. ഇന്ന് പഴവും റൊട്ടിയൊക്കെയാണ്. പിന്നെ ബായിൻ്റെ അടിപൊളി കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് രാത്രി നടക്കാനൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.